2026 മാർച്ച് 14 ശനിയാഴ്ച പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇന്നിപ്പോൾ 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തരത്തിലുള്ള സമവായത്തിനുള്ള സാധ്യതകളും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇരുപക്ഷവും ശക്തമായ വെല്ലുവിളികളും ആക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ 15-ാം ദിവസം എടുത്തു പറയാനുള്ളത് ഇറാനിലെ ഖാർഗ് ദ്വീപിലേക്ക്, ഖാർഗ് ഐലൻഡിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്നത്. ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിന്റെ 90% ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഖാർഗ് ഐലൻഡിലാണ്. അവിടെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. അത് വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് US പ്രസിഡന്റ് സോഷ്യൽ മീഡിയകളിലൂടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി, ഡീസൻസി കാരണം ഞങ്ങൾ അവരുടെ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്രമിച്ചിട്ടില്ല. ഖാർഗ് ഐലൻഡ് മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്, പക്ഷെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തൊട്ടിട്ടില്ല. പക്ഷെ ആ ഡിസിഷൻ ഞാൻ മാറ്റാം. അതായത് ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം ഇറാൻ ഇനിയും തടസ്സപ്പെടുത്തിയാൽ എന്റെ ഡിസിഷൻ മാറും എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം ഡൊണാൾഡ് ജെ ട്രംപ് നൽകുന്നുണ്ട്. എന്നാൽ ഇറാൻ വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും മേഖലയിലെ അമേരിക്കൻ താല്പര്യ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾക്കും എണ്ണ സംഭരണശാലകൾക്കും ഒക്കെ എതിരെ തങ്ങൾ ആക്രമണം നടത്തും, തിരിച്ചടിക്കും ശക്തമായ ഭാഷയിലെന്ന് ഇറാനും താക്കീത് നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള സംയമനത്തിനും സാധ്യതയില്ല എന്നുള്ള ഒരു കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അതിനിടയിലാണ് അമേരിക്ക കൂടുതൽ സൈനികരെയും കൂടുതൽ യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നു എന്ന് അറിയുന്നത്. USS ട്രിപ്പോളി എന്ന കപ്പലിൽ ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്നും 2500ഓളം മെറീനുകളാണ് മേഖലയിലേക്ക് വരുന്നത്. 5000ഓളം സൈനികരെ ഇങ്ങോട്ടേക്ക് അയക്കാനാണ് പെന്റഗൺ പദ്ധതി ഇടുന്നത്. എന്തെങ്കിലും അടിയന്തര ആവശ്യം വന്നാൽ ഈ സൈനികർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന തരത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. ഇതിനിടെ അമേരിക്ക ഇറാന്റെ പരമോന്നത നേതാവ് മുഷ്തബ ഖമനേയി, അദ്ദേഹത്തിന് ആക്രമണങ്ങളിൽ പരിക്കേറ്റു, ഡിസ്ഫിഗേർഡ് ആയി എന്ന തരത്തിലൊക്കെ അമേരിക്ക പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. $1 കോടി ഇനാം നൽകും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ടോ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അമേരിക്ക തേടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മേഖലയിൽ അമേരിക്കൻ താല്പര്യ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം പലയിടത്തും തുടരുന്നുണ്ട്. ഇറാഖിലെ ബാഗ്ദാദിലെ US എംബസി ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി 15-ാം ദിവസം നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ബാഗ്ദാദിലെ US എംബസിക്ക് സമീപത്ത് നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നതായി പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് അടക്കമുള്ള പ്രമുഖർ CNN വാർത്താ ചാനൽ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം, അവരുടെ പ്രസ് മീറ്റിനിടെ വളരെ പരസ്യമായി തന്നെ CNN-നെതിരെ അദ്ദേഹം ആരോപണം നടത്തിയിട്ടുണ്ട്. പാട്രിയോട്ടിക് ജേർണലിസം, ദേശസ്നേഹപരമായിട്ടുള്ള പത്രമാധ്യമ ധർമ്മമാണ് ഈ സമയത്ത് നിങ്ങൾ കാണിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. CNN എന്താണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഹോർമൂസ് കടലിടുക്കിലുള്ള ഇറാന്റെ സ്വാധീനം ലോകത്തിന്റെ എണ്ണ വിപണികളിൽ എത്രത്തോളം ബാധിക്കും എന്നുള്ള ഒരു കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ള ഒരു റിപ്പോർട്ട് CNN-ന്റെ ഒരു ജേർണലിസ്റ്റ് നൽകിയതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇത് 100% തെറ്റാണ്. അമേരിക്കയ്ക്ക് അങ്ങനെയുള്ള മിസ് ജഡ്ജ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്താ മാധ്യമങ്ങളെ മൊത്തം വിളിക്കുന്നത് ഫേക്ക് ന്യൂസ് മീഡിയ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമമായിട്ടുള്ള ട്രൂത്തിലൂടെ ഈ ഫേക്ക് ന്യൂസ് മീഡിയ ഇറാനിൽ അമേരിക്ക നേടിയ സുപ്രധാനമായ വിജയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നു. ഇറാൻ ഇപ്പോൾ ഒരു ഡീൽ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ അതിലെ കണ്ടീഷൻസ് തങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കടന്നാക്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറണം, എക്സിറ്റ് ആവണം, വിക്ടറി ഡിക്ലെയർ ചെയ്ത് ഇറാനുമായി ഒരു സീസ്ഫയറോ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പുറത്തു കടക്കണം എന്ന് ട്രംപിന്റെ AI അഡ്വൈസർ കൂടിയായ ടെക്നോളജി മേഖലയിലെ ഒരു ജയന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഡേവിഡ് സാക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നതും വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് നൽകുന്നത്. ഇതേ സമ്മർദ്ദം ഇറാനെതിരെയും ഉണ്ട് കേട്ടോ. ഇറാനില് ഹമാസ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കൂ എന്നുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും GCC രാജ്യങ്ങൾക്കെതിരായ ആക്രമണം നിർത്തിവെക്കൂ. അതേസമയം ഇറാന് പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഇറാന്റെ മണ്ണിലേക്ക് ഉള്ള ആക്രമണത്തെ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കാം എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഹെസ്ബുള്ള ഇറാനിയൻ പിന്തുണയുള്ള ലബനൂനിലെ പോർ ഗ്രൂപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് വാറിന് തയ്യാറാണ് എന്ന കാര്യമാണ് പറയുന്നത്. ഉടൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനൊന്നും അവരൊരുക്കമല്ല. ഇത് അസ്തിത്വത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തങ്ങൾ ഇത് തുടർന്നു പോകും എന്ന് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നതും വലിയ പ്രാധാന്യത്തോടെ ഈ ഒരു സമയത്ത് കേൾക്കേണ്ട കാര്യം തന്നെയാണ്. സംഘർഷത്തിന്റെ 15-ാം ദിവസം ഇതൊക്കെയാണ് പ്രധാനമായും നമുക്ക് പുതിയ വിവരങ്ങളായി കൈമാറാനുള്ളത്. ഈ ഒരു സമയത്ത് ഒരു എസ്കലേഷനെ കുറിച്ചുള്ള സജീവമായ ചിന്തകൾ ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും.
ആർക്കാണ് ഈ രണ്ട് കക്ഷികളെയും വീണ്ടും ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ മധ്യസ്ഥതയുടെ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്ത്യക്ക് കഴിയുമോ? മോദിക്ക് കഴിയുമോ? UAE നയതന്ത്ര പ്രതിനിധി അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ഒരു ഫോൺ കോളിൽ ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ഈ യുദ്ധം തീർക്കാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ മേഖലയിൽ സ്വാധീനശേഷിയുള്ള നേതാവാണ്. ചൈനീസ് പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ നിരവധി കക്ഷികൾ ഒരുപക്ഷെ അവർ ആത്മാർത്ഥമായി ഇടപെട്ടാൽ ഇതിനൊരു ശമനം ഉണ്ടാകും എന്ന തരത്തിലുള്ള നയതന്ത്ര വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും തന്നെ ഡി എസ്കലേഷനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് 15ാം ദിവസവും ദൗർഭാഗ്യകരമായി നമ്മൾ കേൾക്കേണ്ട ഒരു വശം. എന്തായാലും അങ്ങനെ ഒരു നീക്കം ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്.